സഭാവിരുദ്ധരായ കത്തോലിക്ക പുരോഹിതർക്കെതിരെ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് രംഗത്ത്. സംഘടനയുടെ പ്രതിഷേധ യോഗം ഞായറാഴ്ച കട്ടപ്പനയിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദൈവത്തിന്റെ അഭിഷിക്തരെന്ന് പറയുന്ന പുരോഹിതർ മുദ്രാവാക്യം വിളികളുമായി തെരുവിൽ പ്രകടനം നടത്തും. സഭയുടെ നന്മയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ ശാസിക്കാനും തിരുത്തുവാനും ഉപദേശിക്കുവാനും വിശ്വാസികൾ മുന്നോട്ട് വരണം. ഈ പുരോഹിതരെ നിലയ്ക്ക് നിർത്തുവാൻ ഇരുവശവും ചേരാത്ത വിശ്വാസികൾ രംഗത്തിറങ്ങണമെന്ന് കത്തോലിക്ക നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും ഈ അവസ്ഥ തുടർന്നാൽ നാട്ടിൽ രക്തപ്പുഴ ഒഴുകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനും സഭയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം പുരോഹിതരെയും കന്യാസ്ത്രീകളെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എറണാകുളം പട്ടണത്തിലൂടെ ഒരു പറ്റം കന്യാസ്ത്രീകളും പുരോഹിതരും ജയ് വിളിച്ച്, സിനഡിനെതിരെ ചീത്ത വിളിച്ച്, പരസ്പരം ബിഷപ്പുമാർക്കെതിരെ ചീത്ത വിളിച്ച്, പുരോഹിതർക്കെതിരെ ചീത്ത വിളിച്ച് ചുറ്റി നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ടൗൺ ചുറ്റി നടക്കുക, മുദ്രാവാക്യം വിളിച്ച്. ഇവർ തമ്മിലുള്ള വിഷയം സഭാ സ്ഥാപനങ്ങൾക്കുള്ളിൽ വെച്ച് സമാധാനപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് OCM ആവശ്യപ്പെടുകയാണ്. സഭാവിരുദ്ധരായ ഇരുപക്ഷത്തുള്ള പുരോഹിതരെയും കന്യാസ്ത്രീകളെയും നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നാട്ടിൽ രക്തപ്പുഴ ഒഴുകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:30 കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വിസ ഫോർ സ്റ്റഡി സെന്റർ ഹാളിലാണ് യോഗം ചേരുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ചെയർമാൻ റെജി ഞല്ലാനി, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, മാത്യു തോമസ് കൂട്ടുങ്കൽ, രാരിച്ചൻ KA, ML റോയി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.